നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി ദേ കുറേ കാട് പിടിച്ച് വളർന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊണ്ട് നട്ടായിട്ടൊരു കുഞ്ഞ് വിത്ത് കിട്ടി നട്ടതായിട്ട്. നമുക്ക് വെള്ളയുണ്ട് വയലറ്റ് കളറുണ്ട് കേട്ടോ. രണ്ടും ഒരേ തൈ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം നട്ടപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് വളരും ഇങ്ങനെ കാട് പിടിക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ മിക്ക വീടുകളിലും കണ്ടൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കുറേ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നി അതൊന്ന് പടർത്താമെന്ന്. അതിൻ്റെ സൈഡിൽ തന്നെ കുറേ നല്ല ചെടികളുണ്ട്. അപ്പോൾ അത് പൊക്കം വെക്കുമ്പോൾ ഇതും അതിൻ്റെ കൂടെ കാട് പിടിച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല, കാണാനും പറ്റില്ല. എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ പൈപ്പൊക്കെ വെച്ച് ഇങ്ങനെ നമുക്ക് വട്ടം പോലെ ഇങ്ങനെ മുകളിലോട്ട് പടർത്താനും സെറ്റാവുമെന്ന് അറിയില്ല പൈപ്പിൽ. എന്നാലും നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം രണ്ട് സൈഡിലും കയറൊക്കെ ചുറ്റി പൈപ്പൊക്കെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ നമുക്ക് പൈപ്പ് പിന്നെ അതിൻ്റെ മേളിൽ കൂടെ ചെയ്യാമെന്ന് വെച്ചിട്ടോ. ഞാൻ അത് ചെയ്യുന്നിട്ടിരിക്കുമ്പോൾ സൈഡിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി അപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ആളോട് വർത്തമാനം പറയായിരുന്നു. പിള്ളേർക്ക് എക്സാമാണ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് പടർത്തി സെറ്റാക്കുവാണ് കേട്ടോ. അത് കുറേ ഇങ്ങനെ ബ്രാഞ്ചസ് കുറേ അതിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറൊക്കെ ഇട്ട് കെട്ടി സെറ്റാക്കാമെന്ന് കരുതി. രണ്ടും വെള്ളയും വയലറ്റും ഒരുമിച്ചായിട്ട് നിൽക്കും. നമുക്ക് ഏതാ വിത്തിലേതാണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ രണ്ടും ഒരേ സൈഡിൽ നിന്ന് പടർത്താമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ ഒരെണ്ണം ഒരു സൈഡിൽ നിന്നും മറ്റേത് അപ്പുറത്തെ സൈഡിൽ നിന്നും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് വെട്ടിയെടുത്തു കേട്ടോ. കാരണം ഇതിങ്ങനെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ താഴെ ഇങ്ങനെ മുളച്ച് വരുന്ന ചെടികളൊന്നുകൂടി വലുതാവാനുണ്ട്. അപ്പോൾ അതിന് പൊക്കം വയ്ക്കുമ്പോൾ കാട് പിടിക്കും മൊത്തം. അപ്പോൾ രണ്ടും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വയലറ്റ് അപ്പുറത്തെ സൈഡിൽ തന്നെ വെച്ചു കേട്ടോ. അതാണ് കുറച്ചുകൂടി ബ്രാഞ്ചസ് വന്നിരിക്കണേ. പിന്നെ നമ്മുടെ ഇതിന് ഭയങ്കര ഗുണങ്ങളാണ് കേട്ടോ. ഭയങ്കര കുറേ ഗുണങ്ങളുണ്ട് ഈ ശംഖുപുഷ്പത്തിന്. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി മക്കളോട് പറഞ്ഞു കേട്ടോ. മക്കളവിടെ ഫുൾ ടൈം വെള്ളത്തിലാണ്. ക്ലാസ് എക്സാമൊക്കെ ഒന്നരാടം ഉള്ളതിനോണ്ട് വീട്ടിലുണ്ടാവാൻ ഇരുന്നേരം. അപ്പോൾ അവർ മൂത്ത മോള് ഇതേ വെള്ളം കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമുണ്ട്. കുഞ്ഞ് ഹെൽപ്പിംഗ് ആയാലും അവർക്ക് ഭയങ്കര എനർജിയാണ് അത് ചെയ്ത് തരാനായിട്ട്. കുഞ്ഞ് വെള്ളമുള്ളൂ, അവർക്ക് വെള്ളത്തിൽ ഓൾറെഡി കളിക്കാൻ വേണം, അത് ചെയ്യാൻ വേണം. നമ്മളതിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ. ഇതിന് കുറേ ഗുണങ്ങൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. ബ്ലഡ് കൊയാഗുലേഷന്, ഷുഗറിന്, നമ്മുടെ ബോഡിക്ക്, പിന്നെ നമ്മുടെ ഹെയറിന്, സ്കിന്നിന്, കുറേ ഡൈജഷൻ അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് വളർത്തി സെറ്റാക്കാമെന്ന് കരുതി. ബ്യൂട്ടി പരമായ കുറേ സാധനങ്ങൾക്കും അത് കുറേ ഉപകരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളവരിതൊന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളെങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ, അത് കാണാൻ മാത്രം ഭംഗിയിൽ നിർത്തിക്കുന്നതാണോ. പിന്നെ ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആ കളർ സെയിം കളറുള്ളൊരു കാട്ടുചെടിയാട്ടോ. ഒരു കാട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ കുറേ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മൾ വെട്ടി നിർത്തുവാണ്. കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തി കേട്ടോ. കുറേ സ്പ്രെഡ് ആവുന്ന ചെടിയാണ്. നമ്മുടെ അലോക്കേഷ്യയിൽ കണ്ട ഒരു പൂവുണ്ടായിട്ടുണ്ട്. ശരിക്കും ചേമ്പിൻ്റെ ഒരു വർഗ്ഗമാണല്ലോ, ചേമ്പിൻ്റെ പൂ പോലെ തന്നെ. നിങ്ങളുടെ വീട്ടിൽ പച്ചയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.